നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 മെയ് 5, 6, 7 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ ഏറ്റവും ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 5 ഉച്ചയ്ക്ക് 2:01 PM മുതൽ മെയ് 8 വെളുപ്പിന് 12:57 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം പറയാം. അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. ആ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു 1-2% ഫലപ്രാപ്തി കുറയും. ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇവ കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് അത്ര ഗുണകരമായ ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. വ്യാഴം അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അതിന് ഒരു ഗുണഫലങ്ങൾ അതിൽ നിന്ന് നേടാൻ വേണ്ടി കുറേ കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഇവിടെ പാപഗ്രഹങ്ങൾ 4 പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മേടം രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല എന്ന്. സൂര്യൻ 12ാം ഭാവത്തിൽ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അല്പം ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം. ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വാഹന ഭാഗ്യം കുറയ്ക്കും. അത് മാത്രമല്ല, വാഹനം ഓടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ശനിയും സർപ്പവും 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. സൂര്യൻ ജന്മത്തിൽ നിൽക്കുന്നു. അത് കൂടാതെ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ 7-ാം തീയതി രാവിലെ വെളുപ്പിന് ജന്മത്തിലേക്ക് വരികയും ചെയ്യുന്നു. അതൊക്കെ അത്ര വലിയ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ ശനിയും സർപ്പവും നഷ്ടസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അത് 7 ശനിയുടെ തുടക്കമാണ് ഇവിടെ. അപ്പോൾ അതൊക്കെ പ്രതികൂലമായിട്ട് നിങ്ങളെ ബാധിക്കും. അപ്പോൾ ജൂൺ 6 ചൊവ്വ മാറും. അത് അനുകൂലമല്ലെങ്കിലും പ്രതികൂലമല്ല, ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് ജൂൺ 6 മാറുമ്പോൾ, പിന്നെ വ്യാഴം അനുകൂലമല്ലാതാവും മെയ് 14. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു മെയ് 18, അതായത് ഇന്നേക്ക് ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോൾ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ട് വരും. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരും. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മെയ് 18 ശേഷം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗുണഫലങ്ങൾ കുറേയൊക്കെ നേടിയെടുക്കാൻ പറ്റും. എങ്കിലും വ്യാഴം ഇവിടെ ഇപ്പോൾ അനുകൂലമാണ്. അപ്പോൾ വ്യാഴം അനുകൂലമല്ലാതാവും മെയ് 14. പക്ഷേ മെയ് 18 നമുക്ക് രാഹു അനുകൂലമായിട്ട് വരും. അപ്പോൾ പൊതുവെ ഈ പറഞ്ഞ
അത്ര നല്ലൊരു അവസ്ഥയല്ല മേടം രാശിക്കുള്ളത്. ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ദോഷാധിക്യമൊക്കെ മറികടന്ന് നിങ്ങൾക്ക് ഗുണാധിക്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ 5, 6, 7 തീയതികൾ. ഈ ദിവസങ്ങളിൽ ഇടവൻ രാശിക്ക് ചന്ദ്രൻ അനുകൂലമല്ല. അതേസമയം 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. ചൊവ്വ, സർപ്പം, കേതു, ശനി, ശുക്രൻ, ബുധൻ ഇവ അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും 7-ാം തീയതി ബുധൻ പ്രതികൂലമായിട്ട് മാറും. ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സൂര്യൻ 7-ാം തീയതി മുതൽ ബുധൻ, പിന്നെ വ്യാഴം, ഇത് 3 ഗ്രഹങ്ങളാണ്. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ കുറവും അനുകൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ 6 എണ്ണവും ഉണ്ട്. അതിൽ തന്നെ 4 എണ്ണം പാപഗ്രഹങ്ങളാണ്. പ്രത്യേകിച്ച് 11-ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് ശനിയും സർപ്പവും നിൽക്കുന്നു, ശുക്രനും നിൽക്കുന്നു 11-ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത്. അപ്പോൾ തീർച്ചയായിട്ടും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ സുദൃഢമാവും, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച. കാരണം ചൊവ്വയും ശനിയും ഇവിടെ അനുകൂലമാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. എങ്കിലും ലൗകിക ഭൗതിക സുഖങ്ങൾ കുറയും, കാരണം വ്യാഴം അനുകൂലമല്ല, അതുകൊണ്ടാണ്. പിന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം, കാരണം ചൊവ്വ അനുകൂലമാണ്. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ. എങ്കിലും അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും, കാരണം ചൊവ്വ അനുകൂലമാണ്, ശനിയും അനുകൂലമാണ്. പിന്നെ തൊഴിൽപരമായിട്ട് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇതൊക്കെ തന്നെ മറികടക്കാൻ പറ്റും. എങ്കിലും ഇവർ ഇടവൻ രാശിക്കാർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ അത്യധികം ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. പൊതുവെ ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് വലിയ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ്. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം. എങ്കിലും ശനി ഇവിടെ കർമ്മഭാവത്തിൽ നിൽക്കുന്നു, കണ്ടക ശനിയാണ്. എങ്കിലും അത്യാവശ്യം തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല 11-ാം ഭാവത്തിലെ ലാഭസ്ഥാനത്ത് സൂര്യനും നിൽക്കുകയാണ്. അതുപോലെ തന്നെ 5, 6 തീയതികളിൽ ബുധനും, 7-ാം തീയതി ബുധൻ മേടം രാശിയിലേക്ക് മാറുന്നതും മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ്. അപ്പോൾ ഉറപ്പിച്ച് പറയാം, തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് കർമ്മഭാവത്തിൽ സർപ്പവും ശനിയും നിൽക്കുന്നത് അതേസമയം ദോഷകരവുമാണ്. അതായത് ശനി ഇവിടെ കണ്ടക ശനിയാണെങ്കിലും കർമ്മഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ഇവിടെ ചന്ദ്രൻ അനുകൂലമാണ്. അപ്പം പൊതുവിൽ ഒരു ഗുണഫലം അല്പം കൂടിയിരിക്കും. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ സൂര്യൻ കർമ്മഭാവത്തിൽ നിൽക്കുന്നു. അത് മാത്രമല്ല 7-ാം തീയതി രാവിലെ വെളുപ്പിന്
ബുധനും കർമ്മഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ രവി ബുധ യോഗം സൂര്യൻ്റെ ഉച്ചരാശിയായ മേടത്തിൽ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് സർപ്പം, ശുക്രൻ ഇവ രണ്ടും നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ബന്ധങ്ങൾ ഊഷ്മളമാവും, സുദൃഢമാവും. കാരണം ശുക്രൻ ഇവിടെ അനുകൂലം, വ്യാഴവും അനുകൂലം. വ്യാഴം 11 ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മെയ് 14 വ്യാഴം പ്രതികൂലമായിട്ട് മാറും. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മെയ് 14 മുമ്പ് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, സർപ്പം അഥവാ രാഹു മെയ് 18 മാറുന്നത് പ്രതികൂലമായിട്ടാണ്, അഷ്ടമ രാഹുവാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മെയ് 14 അതുപോലെ തന്നെ പറ്റുമെങ്കിൽ മെയ് 18 മുമ്പും ഒക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എങ്കിലും പൊതുവെ ഈ ദിവസങ്ങൾ അത്യധികം ഗുണാധിക്യമുള്ള, മോശമല്ലാത്ത നല്ല ഇടിവെട്ട് സൗഭാഗ്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് 7-ാം തീയതി, കാരണം ബുധനും അന്ന് അനുകൂലമായിട്ട് വരും. അപ്പോൾ കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ഇവർക്ക് ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു, അഷ്ടമശനിയാണ്. പിന്നെ മെയ് 18 ഇവർക്ക് സർപ്പം അഷ്ടമ ഭാവത്തിൽ നിന്ന് മാറുന്നു. അതും അനുകൂലമായിട്ട് കണക്കാക്കാം. എങ്കിലും 7-ാം ഭാവത്തിലാണ് സർപ്പം വരാൻ പോകുന്നത്. അത് ദാമ്പത്യ പ്രശ്നങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഇവ 3 അനുകൂലമാണ്. എങ്കിലും ശനി, സർപ്പം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുന്നു, അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ 12 ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഗ്നി കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ തീർച്ചയായിട്ടും ചിങ്ങം രാശിക്കാർക്ക് അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളൊന്നുമല്ല. അപ്പോൾ അത് കാരണം ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മറികടന്ന് തീർച്ചയായിട്ടും ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ഇവിടെ ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്തുണ്ട്, ദൈവാധീനമുണ്ട്. അതുപോലെ ചൊവ്വ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഗുണകരമാണ്. എങ്കിലും 7-ാം ഭാവത്തിൽ ഇവർക്ക് ഗ്രഹങ്ങൾ ശനിയും സർപ്പമൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിവേകപൂർവം നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്പോൾ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബുധൻ 7-ാം തീയതി രാവിലെ അനുകൂലമായിട്ട് വരുന്നു. അഷ്ടമത്തിൽ ബുധൻ വരുന്നത് നല്ലതാണ്. അത് ഇവിടെ സൂര്യൻ അഷ്ടമത്തിലാണെങ്കിലും സൂര്യൻ്റെ അഷ്ടമഭാവം കൊണ്ടുള്ള ദോഷങ്ങൾ കുറേയൊക്കെ ബുധൻ പരിഹരിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, സൂര്യൻ ഉച്ചരാശിയിലാണ്. അപ്പോൾ അതും ഈ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇവർക്ക് സഹായകരമാകും. എങ്കിലും ഇവർക്ക് നിയമപ്രശ്നങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത്
പരിഹരിക്കാൻ സാധ്യത കാണുന്നു. കാരണം ചൊവ്വ ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു, വ്യാഴം 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ദൈവാധീനം ഉള്ള സമയമൊക്കെ തന്നെ, എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. കന്യരാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ഇനി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് പതിവ് പോലെ ഇടിവെട്ട സൗഭാഗ്യമാണ് കാണുന്നത്. ഇത് തുലാം രാശി എൻ്റെ രാശി ആയതുകൊണ്ട് ഞാനങ്ങ് പൊക്കി പറയുകയല്ല. ഇവിടെ ജ്യോതിഷം പറയുന്നു, ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. ജ്യോതിഷത്തിൽ പറയുന്നത് മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. കള്ളമൊന്നും പറയുന്നില്ല, തള്ളും പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ഇതൊക്കെ കാണുന്നതാണ്. അപ്പോൾ അവർക്ക് സൂചിക്കാൻ വേണ്ടി കുറച്ച് ന്യൂ ജനറേഷൻ പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നതേ ഉള്ളൂ. തുലാം രാശിക്ക് നല്ല ദിവസങ്ങളാണ്. കാര്യം ഇവിടെ ചന്ദ്രൻ ഈ ദിവസങ്ങളിൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചിങ്ങം രാശിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റായിട്ടും അതിൻ്റെ ഒരു ഈ ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും പൊതുവെ ഇവർക്കുണ്ടാവും. പിന്നെ ശനി ഇപ്പം അതുപോലെ 6ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു. അതിശക്തമായിട്ട് ശനിയുടെ ഗുണഫലങ്ങൾ ഇവർക്ക് കിട്ടും. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു, അതും 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ബുധൻ 5, 6 തീയതികളിൽ അനുകൂലമാണ്. 7ാം തീയതി ഇവർക്ക് ബുധൻ അനുകൂലമല്ലാതാവുന്നു. മേടം രാശിയിലോട്ട് മാറുന്നു, 7ാം ഭാവത്തിലേക്ക് മാറുന്നു. അത് സൂര്യൻ ഈ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുക. എങ്കിലും പൊതുവെ ഇവർക്ക് ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു. ഈ നീചരാശിയിലാണെങ്കിലും പൊതുവെ അത്യാവശ്യം ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നിയമപ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. കാരണം ശനിയും ചൊവ്വയും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ ഇവർക്ക് കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. പിന്നെ സർപ്പം അഥവാ രാഹു അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. അപ്പോൾ പൊതുവെ തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം തന്നെ. ഓക്കെ, ഇനി വൃശ്ചികം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. അതായത് ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കാനുള്ള ഒരവസരമാണ് ഇവർക്ക് ഉള്ളത്. കാരണം പ്രതികൂലമായിട്ട് കാര്യമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല. അതേസമയം അനുകൂലമായിട്ട് ചറപറ ഗ്രഹങ്ങളുണ്ട്. താനും ഏതാണ്ട് 7 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. സർപ്പം, ശിഖി, ശുക്രൻ, സൂര്യൻ, ബുധൻ 7ാം തീയതി മാറുന്നു. 7ാം തീയതി അനുകൂലമായിട്ട് വരുന്നു. സൂര്യനും ബുധനും കൂടി 6ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽ നേട്ടങ്ങൾ, അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ അനുകൂലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വ്യാഴം 7ാം ഭാവത്തിലാണ്. പക്ഷേ അത് മെയ് 14ാം തീയതി അഷ്ടമത്തിലോട്ട് മാറും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. അതായത് ഈ ഗോളി ഇല്ലാത്ത പോസ്റ്റാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ഗോളടിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുക. പക്ഷേ മെയ് 14-ന് ഗോളി വരും. മനസ്സിലല്ലേ? കാര്യം അഷ്ടമത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. മെയ് 14-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക.
പിന്നെ ഇവർക്ക് ചന്ദ്രൻ ഈ ദിവസങ്ങളിലെല്ലാം അനുകൂലമാണ്. അപ്പോൾ പൊതുവെ വൃശ്ചികം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് കാണുന്നത്. ഇനി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. അതേസമയം ഇവർക്ക് ശനി, വ്യാഴം, ചൊവ്വ ഇതെല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്, അതും നീചരാശിയിൽ. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തീപ്പൊള്ളലേൽക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ശനി ഇവിടെ കണ്ടകശനിയാണ്, 4ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ ഈ പൊതുവെ എല്ലാത്തിലും ഒരു മന്ദത, അതായത് ഒരു പരാജയ സാധ്യതയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് കണ്ടകശനിയും ഏഴരശനിയും അഷ്ടമശനിയും ഒക്കെ മാറി നിൽക്കും. അത് മുറുകെ പിടിക്കുക, ഈശ്വരനുമായിട്ട് ഏറ്റവും അടുത്ത രീതിയിൽ നിൽക്കുക. അതുപോലെ തന്നെ ബുധൻ ഇവിടെ 5ഉം 6ഉം തീയതികളിൽ അനുകൂലമാണെങ്കിലും 7ാം തീയതി രാവിലെ അനുകൂലമല്ലാതാവും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ 7ാം തീയതി മുതൽ കൂടുതൽ ഈ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. അപ്പോൾ ഈ ദോഷാധിക്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ധനുരാശിക്ക് മോശമായിട്ടുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പാടില്ല. പിന്നെ മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഈ ഗോളിയില്ലാത്ത പോസ്റ്റാണ് കിട്ടിയേക്കുന്നത്, വൃശ്ചികം രാശിയെ പോലെ. മകരം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടെ 6 ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി 3ാം ഭാവത്തിൽ അനുകൂലമാണ്, സർപ്പം അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്, ബുധൻ 7ാം തീയതി രാവിലെ അനുകൂലമായിട്ട് വരുന്നു. അതുകൂടാതെ വ്യാഴം 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശിഖയും ഇതൊക്കെ കൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു, അത് അനുകൂലമാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇപ്പോൾ ഗോളിയില്ലാത്ത പോസ്റ്റാണ്. മെയ് 14 വരെ, മെയ് 14-ന് നമ്മുടെ വ്യാഴം കയറി പ്രതികൂലമാവും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവരെ മെയ് 14-ന് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സർപ്പം അഥവാ രാഹു മെയ് 18-ന് പ്രതികൂലമാവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മെയ് 14 കഴിയുക മറ്റേ പോസ്റ്റിൽ ഗോളി വരും. അതിന് മുമ്പേ ഗോളടിക്കാവുന്ന പരമാവധി ഗോളടിക്കുക. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ മകരം രാശിക്ക് ശനി 2.5 വർഷം അനുകൂലമാണ് ശരി. പക്ഷേ വ്യാഴവും സർപ്പവും ഒക്കെ പ്രതികൂലമായിട്ട് വരികയാണ്. അപ്പോൾ മെയ് 14-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മകരം രാശിക്കാർ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ട്. അതുപോലെ തന്നെ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, ഇതെല്ലാം തന്നെ മെയ് 14 കഴിയുമ്പോൾ വലിയ മാറ്റം വരാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനു മുമ്പ് മെയ് 14-ന് മുമ്പ് ഇവരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് വന്നിരിക്കുന്നത്. കാരണം 5 ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായിട്ട് നിൽക്കുന്നു. ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് സൂര്യൻ 3ാം ഭാവത്തിൽ ഉച്ച രാശിയിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സന്താന ഗുണം, പിതൃഗുണം ഇവയൊക്കെ അനുഭവത്തിൽ വരും. പിന്നെ ചൊവ്വ ഇവിടെ 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു.
അപ്പോൾ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ഉണ്ടാവും. അതുമാത്രമല്ല, ഞങ്ങൾ കാണുന്നത് സൂര്യൻ പിതൃ ഗുണം തരുന്നു. അതേസമയം ചൊവ്വ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് പിതൃസ്വത്ത് ലഭിക്കാം, അതല്ലെങ്കിൽ പിതൃസ്വത്തിൽ നിന്ന് ആദായം വർദ്ധിക്കാം, അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഇവർക്ക് ശനി 7 ശനിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തുക, മന്ത്രജപങ്ങൾ ഒക്കെ കൂടുതൽ ഗൗരവത്തോടെ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഗുണാനുഭവങ്ങൾ പരമാവധി അനുഭവത്തിൽ വരുത്താൻ ഇവർക്ക് സാധിക്കും. പിന്നെ ബുധനും ശുക്രനും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. ഇവർക്ക് ചന്ദ്രൻ അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. എങ്കിലും പൊതുവെ ഇവർക്ക് ശനിയും സർപ്പവും ഈ ജന്മത്തിൽ നിൽക്കുന്നുണ്ട്, ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്, ദോഷഫലങ്ങളാണ് കാണുന്നത്. എങ്കിലും പൊതുവെ ശനിയും സർപ്പവും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ പൊതുവെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. ഇനി മെയ് 18 സർപ്പം ജന്മത്തിൽ നിന്ന് മാറും. എങ്കിലും 12ാം ഭാവത്തിലേക്കാണ്, അതും പ്രതികൂലം തന്നെയാണ്. എങ്കിലും ജന്മ രാഹു മാറിക്കിട്ടുന്നു മെയ് 18. അതുകൂടാതെ ബുധൻ ഇവിടെ 7-ാം തീയതി അനുകൂലമായിട്ട് മാറുന്നു. 2ാം ഭാവത്തിൽ സൂര്യനോടൊപ്പം വരുന്നു. അത് ഗുണകരമാണ്. ബൗദ്ധിക മേഖലയിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും ശുക്രൻ ഇവിടെ അനുകൂലമായിട്ട് ജന്മത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. എങ്കിലും പൊതുവെ മീനം രാശിക്ക് അത്ര വലിയ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. മെയ് 5-ാം തീയതി 5/5/2025 1 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 9, 2, 0, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 6/5/2025 2 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 6, 5, 1, 9, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 7/5/2025 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 7, 5, 2, 9, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 5, 6, 7 തീയതികളിൽ രാവിലെ 4:33 AM മുതൽ രാവിലെ 5:21 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 5, 6, 7 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 5, 6 തീയതികളിൽ ഉച്ചയ്ക്ക് 11:58 AM മുതൽ ഉച്ചയ്ക്ക് 12:48 PM വരെയാണ് 5, 6 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. 7-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഇല്ല. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇനി രാഹുകാലം 5-ാം തീയതി രാവിലെ 7:43 AM മുതൽ 9:16 AM വരെയാണ് 5-ാം തീയതി രാഹുകാലം. 6-ാം തീയതി 3:30 PM മുതൽ 5:03 PM വരെയാണ് 6-ാം തീയതി രാഹുകാലം. 7-ാം തീയതി രാഹുകാലം 12:23 PM മുതൽ 12:23 PM മുതൽ ഉച്ചയ്ക്ക് 1:56 PM വരെയാണ് 7-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ 5-ാം തീയതി തിങ്കളാഴ്ച നീല, 6-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ്, 7-ാം തീയതി ബുധനാഴ്ച പച്ച, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവും.
വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.